ഇന്ന് ഡിസംബർ 25. ലോകമെങ്ങും ജാതി മതഭേദമന്യേ ആഘോഷിക്കുന്ന ക്രിസ്മസ് ദിനം. ഈ പുണ്യദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരട്ടെ. വിശുദ്ധ യോഹന്നാൻ അധ്യായം 3 16 വാക്യത്തിൽ ഇപ്രകാരം എഴുതി വച്ചു: തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം മനുഷ്യനായി വന്ന ദിവസം, മനുഷ്യൻ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ ദിവസം. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച ശിശുവാണ് സമാധാനത്തിൻ്റെ അർത്ഥം ലോകത്തെ പഠിപ്പിച്ചത്. എന്താണ് ക്രിസ്തുമസിൻ്റെ ഭാഷ? അത് പങ്കുവെക്കലിൻ്റെ ഭാഷയാണ്. അതിൻ്റെ സന്ദേശം സ്നേഹമാണ്. ക്ഷമയും കരുണയും നമ്മിൽ നിറയുമ്പോഴാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇന്നത്തെ ലോകം സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും സ്നേഹശൂന്യതയുടെയും നിസ്സംഗതയുടെയും പുറകെ പോകുമ്പോൾ ഓരോ ക്രിസ്തുമസും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ, ക്ഷമയുടെ, വിനയത്തിൻ്റെ വലിയ പാഠങ്ങളാണ്. പുൽക്കൂട്ടിലെ ഉണ്ണിയേശു വലിയ കാര്യങ്ങളല്ല നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരു നല്ല വാക്ക്, സ്നേഹത്തോടെയുള്ള ഒരു കാരുണ്യ പ്രവൃത്തി, ഒരു പുഞ്ചിരി. ക്രിസ്മസ് കാലമാകാൻ, ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കാത്തിരിക്കുന്ന നാം നമ്മുടെ ഹൃദയങ്ങളും കൂടി അലങ്കരിക്കാൻ മറക്കരുത്. ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നത് ഒരു ദിവസമല്ല, ജീവിക്കപ്പെടേണ്ട ഒരു ജീവിതമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയാകട്ടെ. സമാധാനത്തിൻ്റെ, പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ ദൂതന്മാരായി നമ്മൾ മാറട്ടെ. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ, ഒപ്പം പുതുവത്സര ആശംസകളും.